കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. അതായത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ സഹതപിച്ച് അവരെന്തെങ്കിലും നമുക്ക് വേണ്ടി സഹായം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതെ, നമുക്ക് വേണ്ടിയിട്ട് ആരും സഹായം ചെയ്തു തരണം എന്നില്ല. പക്ഷെങ്കിൽ നമ്മളുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കാൻ, കാരണം നമ്മുടെ ഉള്ളിൽ ആ കാര്യങ്ങളെല്ലാം ഇരുന്നു കൊണ്ട് വിഷമിച്ച് നമ്മളുടെ നെഗറ്റീവ് തോട്ടുകൾ കൂടി നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മളിലുണ്ടാകും. എന്നാൽ ആരോടെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അതെല്ലാ കാര്യങ്ങളും പറയണം എന്നല്ല, നമ്മൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രയാസ സമയത്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ആ നെഗറ്റീവ് തോട്ടുകൾ മാറി നമുക്കൊന്ന് നേരെ ചിന്തിക്കാൻ ഒരു അവസ്ഥ ലഭിക്കും, അല്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള സാഹചര്യമുണ്ടായത്. കാരണം ഇന്നത്തെ ഈ അവസ്ഥയിൽ, ഇന്ന് ഈ ഒരു വർഷം കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ആത്മഹത്യകൾ, എത്ര കൊലപാതകങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. അതെല്ലാം ആരെങ്കിലും അവരെ ഒന്ന് കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ഹായ് അല്ലെ ഒരു സമാധാനം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും വെറുതെയെങ്കിലും അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഇന്നത്തെ ഈ ലോകത്ത് പലരും നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്കുണ്ടാകുന്ന അവസ്ഥ, പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് മൂവ് ഓൺ ചെയ്യുക എന്നും പറഞ്ഞിട്ട്. പലപ്പോഴും നമുക്കതിന് സാധിക്കത്തില്ല. കാരണം നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടപ്പെട്ട പലരും ഉണ്ടാകും. നമുക്ക് ചില ഭാഗങ്ങളായിരിക്കും വിഷമതകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ ഒന്നും ഇട്ടിട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ഈ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ആണ് ഞാൻ ഉദ്ദേശിച്ചതും പറയാൻ ആഗ്രഹിച്ചതും. ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ഹലോ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ നെഗറ്റീവ് തോട്ട് പോസിറ്റീവ് ആകാൻ സാധിക്കും. കാരണം നമ്മളെക്കാട്ടിലും പ്രയാസത്തിലിരിക്കുന്ന അനേകം ആളുകളുണ്ടാവും. നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അത് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.